Hello, everyone. Channel സ്വാഗതം. എൻ്റെ പേര് Bijoy. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 5 സൈഡ് ഹസിൽ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. സൈഡ് ഹസിൽ എന്ന് വേണമെങ്കിൽ പറയാം, പാസീവ് ഇൻകം എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെന്ന് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പം ആപ്പിളിൻ്റെ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറാണ്, ഇല്ലാത്തവർക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് പ്ലേ സ്റ്റോറാണ്. അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം കോഡിങ് പഠിക്കുക. ഞാൻ ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, കോഡിങ് പഠിക്കുക, നമുക്ക് ഗെയിം ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് കാശുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യേണ്ട അവരെ ചെയ്യിപ്പിക്കാം. കാശില്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്ലേ സ്റ്റോറിലോട്ടോ ആപ്പ് സ്റ്റോറിലോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2500 രൂപ ഫസ്റ്റ് ടൈം ഫീസ്, അതായത് ഒരു പ്രാവശ്യം ഫീസ് അടച്ചാൽ മതി. പിന്നെ നമുക്ക് എത്ര വേണോ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് പറ്റും. കുറേ ഫോൾസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും അവരെടുക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് കലണ്ടർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് നമുക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പിലുള്ള കലണ്ടർ, അല്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ, എന്തെങ്കിലും യൂസ് ആയിട്ടുള്ള കാൽക്കുലേറ്റർ, ഇപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, നമ്മുടെ നോർമൽ കാൽക്കുലേറ്ററിൽ നിന്ന് അപേക്ഷിച്ച് എന്തെങ്കിലും പ്രത്യേകത അതിനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വോൾട്ട് സെക്യൂരിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫയൽസൊക്കെ ഹിഡൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത്? അപ്പം ഇപ്പോൾ ഗെയിംസൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം പ്രായം ഇല്ലാതെ തന്നെ എല്ലാവരും ക്യാൻഡി ക്രഷ്, ലൂഡോ, ഇതേപോലെ കാണുന്ന ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഗെയിംസൊക്കെ ഉണ്ടാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ അകത്ത് ആഡ് റൺ ചെയ്യിപ്പിക്കും. അതായത് സ്കിപ്പ് ആഡ് ഉണ്ടാവും, പിന്നെ ബാനർ ആഡ് ഉണ്ടാവും, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം ട്രാഫിക്ക് കിട്ടുന്നോ മിക്കവരും എന്ത് ചെയ്യാല്ല, ഡേറ്റ ഓഫ് ചെയ്യാതെയാണ് ഗെയിമൊക്കെ കളിക്കാറ്. അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാനർ പോലെ ഒരു ആഡ് വന്ന് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആഡ് വന്ന് കിടക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, റവന്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഗൂഗിളോ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഇതിനെക്കുറിച്ചിട്ട്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ആപ്പ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പിൻട്രസ്റ്റ് ഉണ്ട്, ക്യാൻവ ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, ഓൾ ഡോക്യുമെൻ്റ് റീഡർ, ഇതുപോലെ യൂസ് ആയിട്ടുള്ള, അതായത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗെയിംസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ഗെയിംസിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതായത് ഇപ്പോൾ ചെറിയ സിമ്പിൾ ഗെയിംസൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ആഡ് വരാൻ കണക്കിനുള്ള പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾ ഈ ഗെയിം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലത്തെ പബ്ജി അതേപോലത്തെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് നിൽക്കില്ല. അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾക്ക് ആപ്പോ വെബ്സൈറ്റോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നേ നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്. ഓക്കെ, അപ്പം ഞാൻ ആപ്ലിക്കേഷൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോർ, നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഊഹം മനസ്സിലായി ഇതിൻ്റെ ആഡ് റവന്യൂ കാര്യങ്ങളൊക്കെ. വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ് എന്ന് വയ്ക്കുക. അപ്പോൾ വെബ്സൈറ്റ് എടുത്തു, നമ്മൾ വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്തു. ഉദാഹരണത്തിന് ഞാൻ ലോഗിൻ ചെയ്യുന്നത്, അതായത് vidIQ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഒരു വെബ്സൈറ്റ്, vidIQ.com. ഓക്കെ, ഇവർക്കും റവന്യൂ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അതായത് സാധനങ്ങൾ സെല്ല് ചെയ്യാനും അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നോർമലായിട്ടുള്ള ബ്ലോഗിങ്, അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ഷുഗർ കുറയാനുള്ള ഹെൽത്ത് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസ് എന്നും പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ നോട്ടായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർ വായിക്കും. അപ്പോൾ കൂടുതൽ ട്രാഫിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് റവന്യൂവിന് അപ്ലൈ ചെയ്യാം. ആഡ് റവന്യൂ അപ്ലൈ ചെയ്ത് അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഡൊമൈൻ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം, കാശ് കൊടുക്കണം. അതായത് .com .in എന്നൊക്കെ പറയുന്നത് നമുക്ക് കാശ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഗൂഗിൾ തന്നെ blogspot.com എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു
വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ബ്ലോഗിംഗ് വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 10 GB സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ തുടങ്ങാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് താല്പര്യമുള്ളവർ. അപ്പോൾ ബ്ലോഗിങ് വഴി നമുക്കപ്പോൾ വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാം. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പേരിട്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണത്തിന് ഈ ഒരു ഡ്രീം ക്രാഫ്റ്റർ എന്ന് പറയുന്ന ഒരു പേജ് എടുത്തിട്ടുണ്ട്. 44.9K ഫോളോവേഴ്സ് ഉണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആള്. ഓക്കെ, ഇതാണ് പ്രൊഫൈല്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം ക്രാഫ്റ്റർ എന്ന് പറയുന്ന എൻ്റെ അക്കൗണ്ട്. ഓക്കെ, എന്താണ് ഈ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ്, അതായത് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതായത് നമ്മുടെ ആർക്കെങ്കിലും കപ്പിൾസിന് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യും, കസ്റ്റമായിട്ട് എന്ത് ചെയ്യും, ചെയ്തു കൊടുക്കപ്പെടും. അതായത് ഇപ്പോൾ നമുക്ക് കീ ചെയിൻ ആയിക്കോട്ടെ, അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, റെസിൻ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേയൊക്കെ ഹാർഡ് വർക്കുണ്ട്. ഇതിങ്ങനെ ചെയ്ത് എന്ത് ചെയ്യും, അവരിലോട്ട് എത്തിച്ചു കൊടുക്കും, ഷിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കുക, പ്രിസർവിങ് യുവർ മെമ്മറീസ് ഫോർ എവർ കേരള റെസിൻ ആർട്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുണ്ട്. ഓക്കെ, അപ്പം 44.9K ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഈ പോസ്റ്റിനെ ശ്രദ്ധിച്ചായിരുന്നു, 201K ലൈക്കാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പെൺകൊച്ച് എന്തായാലും വീട്ടിലിരുന്നിട്ട് സാധാ പെൺപിള്ളേരെ പോലെ ഇങ്ങനെ റീലും കണ്ട് ഇരിക്കുകയല്ലാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ഈ ഓൺലൈനായിട്ട് ഒരു ബിസിനസ്സായിട്ട് ഇതിനെ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തന്നെയാണ്. നമുക്ക് ഡ്രീം ക്യാച്ചറായിട്ടോ, അതായത് മറ്റേ ഇങ്ങനെ ഫെതേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു തൂക്കിയിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഉദാഹരണത്തിന് നിസ്സാരം പറഞ്ഞാൽ പേപ്പർ കമ്മൽ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, നിങ്ങൾക്കൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടിനെ, എക്സിസ്റ്റിംഗ് അക്കൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തന്നെ മതി. നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുക, റീൽസ് ചെയ്യുക. റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് വെച്ചിട്ട് ഒരു വീഡിയോ പോലെ ചെയ്തതിന് ശേഷം ഇത് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ അവിടെ എഴുതിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഉദാഹരണം കാണിച്ചത്, ഇപ്പോൾ നമ്മുടെ ഡ്രീം ക്രാഫ്റ്ററിൻ്റെ ചാനൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ പെറ്റ്സ്, അതായത് നിങ്ങൾക്ക് പെറ്റ്സ് വളർത്തണം, അതുണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചക്കുട്ടികൾ, പട്ടിക്കുട്ടികൾ, ഇതെല്ലാം ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്കൊരു പേജ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലം ആണെന്നുണ്ടെങ്കിൽ, കൊച്ചിയാണെന്നുണ്ടെങ്കിൽ, ഏത് സംസ്ഥാനമാണ് ജില്ലയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പം ക്യാറ്റ് സെയിൽ ട്രിവാൻഡ്രം എന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ പൂച്ചക്കുട്ടികളുടെ എന്ത് ചെയ്യാം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ക്യാൻവ വെച്ചിട്ട് എങ്ങനെ നമ്മളെ വെഡ്ഡിങ് കാർഡും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. 200 മേളുടെ ഫോളോവേഴ്സ് ഉണ്ട്, 200K ഫോളോവേഴ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ വെഡ്ഡിങ് കാർഡും കാര്യങ്ങളൊക്കെ ഗ്രീറ്റിങ്സ് ആയിട്ട്, അതായത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിക്കാൻ എത്താൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പ് വഴിയിട്ട് ഈ വെഡ്ഡിങ് കാർഡിൻ്റെ ഒരു ലേഔട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് കാണാനായിട്ട് പറ്റും. അതിപ്പോൾ ഒരു പുള്ളിക്കാരൻ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ വഴി ചെയ്ത് കൊടുക്കുന്നതാണ്. ക്യാൻവയിൽ ഒരു 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അതായത് അവരുടെ ഫോട്ടോ വയ്ക്കുക, അത് സൈഡൊക്കെ റിമൂവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ഒരേ ഒരു ഫോൺ ഉണ്ടാവും, അതിലോട്ട് കോപ്പി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഒരു 200K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു റീല് 1.3 മില്യൺ വ്യൂസാണ് അടിച്ചത്. ഓക്കെ, ഞാനത് കണ്ട കാര്യമായിരുന്നു. അപ്പം അതുവഴി എന്തുമാത്രം സെയിലാണ് നടന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാൻവയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം സമാധാനമാണ് വേണ്ടത്. ഇന്ന് കണ്ട് നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇത് തുടങ്ങരുത്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് വളർത്താം, നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ബിസിനസ് വളർത്താൻ പറ്റും. ഓക്കെ, മൂന്നാമതായിട്ട് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് ഞാനും പറയുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഡിഫിക്കൽട്ടല്ല. അതിലോട്ട് എന്ത് കണ്ടൻ്റാണോ, അതിലോട്ട് നിങ്ങൾക്ക് എന്താണോ അറിയാമെന്നുള്ളത്, നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേൾഡിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക്
ഇപ്പോൾ എന്തിനാ പാചകത്തിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കൊരു പാചകത്തിൻ്റെ വീഡിയോ ചെയ്യാം, ഇങ്ങനെ ഈ റെസിപ്പിയുടെ വീഡിയോസ് ഇതാണ് ഇങ്ങനെ കാണിച്ച് ചെയ്യാം. ഹെൽത്തിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഈ ചാനലിലാണ് വരുന്നത്, മിസ്റ്റർ ബിജോയ് 2.0 വരുന്നത്. അപ്പോൾ നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ വഴി വരുമാനം നമുക്ക് നേടാനായിട്ട് പറ്റുന്നത്. ഓക്കെ, യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ ആവുന്നത് വളരെ പാടുള്ള പരിപാടിയാണ്. അത് കാരണം നമ്മൾ നല്ല എത്ര വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണണമെന്നില്ല. പിന്നെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരും. അത് കേട്ട് നിങ്ങൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഈ ഒരു യൂട്യൂബ് ചാനലാണ്. ഓക്കെ, നാലാമത്തത് ഏതെന്ന് നോക്കാം. നാലാമത്തതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, എറ്റ്സി. ഇപ്പം നമുക്ക് എറ്റ്സി ഉണ്ട്, റെഡ് ബബിൾ ഉണ്ട്, പിന്നെ ഗെംറോഡ് ഉണ്ട്, ഇതുപോലത്തെ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, കോജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റും. എന്താണ് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനായിട്ട് വെഡ്ഡിങ് കാർഡ് കാര്യങ്ങളൊക്കെ, ഇത് നമുക്ക് ഈ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വേണ്ട ആൾക്കാരെന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം വാങ്ങും അവർ. ഒരു ഉദാഹരണത്തിന് ഈ എറ്റ്സി എന്ന് പറയുന്ന ഒരു ഇതിൽ നമുക്കിപ്പോൾ ഇത് ഡിജിറ്റൽ പ്രോഡക്റ്റ് അല്ല, ഇതെല്ലാം ഫിസിക്കൽ പ്രോഡക്റ്റാണ്. നമ്മുടെ ഈ കഥകളിയുടെ ഈ ഒരു ഫോട്ടോ 7490 രൂപയ്ക്കാണ് ഇയാൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 7490 രൂപയ്ക്ക് ആര് വാങ്ങും എന്ന് ചോദിച്ചാൽ നമ്മളല്ല വാങ്ങുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവന്മാരും കേരളത്തിലുള്ളവന്മാരും ഇത് വാങ്ങിക്കാൻ പോകില്ല. കാരണം ഇത്രയും വില കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇതൊരു ട്രെൻഡിങ്, അതായത് നമ്മുടെ ആമസോണൊക്കെ പോലെ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ പ്രോഡക്റ്റും വിൽക്കാം, ഫിസിക്കൽ പ്രോഡക്റ്റും വിൽക്കാം. ഡിജിറ്റൽ പ്രോഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, അവർ വാങ്ങിക്കുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കാശ് വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഫിസിക്കൽ പ്രോഡക്റ്റിന് അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തൊപ്പി, ഇതൊരു ഫിസിക്കൽ പ്രോഡക്റ്റാണ്. ഇതിനെ എനിക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചെറിയ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഓക്കെ, അപ്പം എറ്റ്സിയിൽ സെയിൽ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എറ്റ്സി നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് കാശ് പോകും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു ആഡ് ഇടുകയാണ്, ആഡിന് 20 രൂപ വെച്ചിട്ട് മാസം തോറും കൊടുക്കണം, ഒരെണ്ണത്തിനാണ്. 10 ഇട്ട് കഴിഞ്ഞാൽ 200 രൂപ ഓരോ മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് നോക്കിയിട്ട് വേണം തുടങ്ങാൻ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അവസാനമായിട്ടുള്ളത് നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഒരു തുള്ളി പൈസ പോലും നമുക്ക് ചിലവില്ല. അതായത് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മീഷോ ഉണ്ട്, പിന്നെ ക്ലിക്ക് ബാങ്ക് ഉണ്ട്, അങ്ങനെ കുറേ വെബ്സൈറ്റുകൾ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വഴി കാശ് തരുന്നുണ്ട്. അതായത് നമ്മൾ അവരുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി, അതായത് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സിനായിക്കോട്ടെ ആർക്കായാലും അവർ ഒരു സ്പെഷ്യൽ ലിങ്ക് കിട്ടും. ആമസോണിൽ എങ്ങനെയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഓക്കെ, നിങ്ങളെല്ലാം വീഡിയോയും സ്റ്റെപ്പായിട്ട് കാണാം. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പിൻട്രസ്റ്റ് ഉണ്ട്, പിൻട്രസ്റ്റ്, കോറ, ഈ കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു കുറിപ്പായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്നോ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അവിടെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് ഇവരെ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കാശ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു തുള്ളി പൈസയും അവിടെ നഷ്ടമാവുന്നില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അല്ല അവർ വാങ്ങുന്നത്, അപ്പോൾ കമ്മീഷൻ കുറച്ച് കുറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ആമസോണിൽ വരാൻ കാരണമേ നമ്മളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആമസോൺ അത് ട്രാക്ക് ചെയ്തതിന് ശേഷം അവരൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു കമ്മീഷൻ തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മൾ അഫിലിയേഷൻ മാർക്കറ്റ് കൊടുത്തു, ആ ഒരു ലിങ്ക് കൊടുത്തു, അതുവഴി അവരെന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഹോം കിച്ചൺ, അല്ലെങ്കിൽ ഹോം ആൻഡ് കിച്ചൺ, പിന്നെ മൊബൈൽസ്, ഓരോന്നിനും പ്രത്യേക ഒരു റേഷ്യോ ഉണ്ട്. അതായത് 10% കമ്മീഷൻ, 5% കമ്മീഷൻ, അങ്ങനെയുണ്ട്. അപ്പം പിൻട്രസ്റ്റ് വഴിയൊക്കെ ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. കാരണം മീഷോയുടെ അഫിലിയേറ്റഡ് ലിങ്ക് വച്ചിട്ട് നമുക്ക് പിൻട്രസ്റ്റ് വഴി ചെയ്യാൻ പറ്റും. കാരണം പിൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വിമൻ, അതായത് നമ്മുടെ സ്ത്രീകളാണ്. അതുകൊണ്ട് അവർ കാരണം ഷോപ്പിംഗ് അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ സാരി, ഇത് കുർത്ത, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ.
അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ കിട്ടും എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ വരും. അപ്പോഴേ എവിടെ കിട്ടുമെന്നുള്ളടത്ത് ഈ നമ്മുടെ ലിങ്ക് എടുത്ത് കുത്തി കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അവർ അതുവഴി ബൈ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കാശ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് പാസീവ് എന്ന് പറയാം, സൈഡ് ഹസിൽ എന്ന് പറയാം, എന്ത് വേണോ പറയാം. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ആപ്പ് ഓർ വെബ്സൈറ്റ്, ഓൺലൈൻ ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാം, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് റൺ ചെയ്യിക്കുന്നത്, പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഡിജിറ്റൽ പ്രോഡക്റ്റ്, പിന്നെ അഫിലിയേറ്റഡ് പ്രോഗ്രാം. ഓക്കെ, ഈ ബിൽഡിംഗ് വെബ്സൈറ്റും ആപ്ലിക്കേഷനും ബിൽഡ് ചെയ്യാനായിട്ട് നേരെ എൻ്റെ ഫ്രണ്ട് അടുത്ത് പോവുക. എന്നിട്ട് ഞാൻ ഇത് മിസ്റ്റർ ബിജോയുടെ ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അവൻ്റെ അവിടുത്തെ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വലിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യണം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പം അവനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പുളിവിലാകത്ത് എഞ്ചിനീയറിംഗ് സർവീസ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിക്കുക. ഞാൻ എല്ലാ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക. ഓക്കെ, അത് തിരുവനന്തപുരം ബേസ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പുള്ളിക്കാരനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ പറഞ്ഞു തരും. ഓക്കെ, എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി തരാനായിട്ട് പറ്റും. ഓക്കെ, ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, അതായത് ബിസിനസ് ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പുതിയ AI അങ്ങനത്തെയൊക്കെ വീഡിയോസിനായിട്ട് എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.